Welcome to the journey to knowledge. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് എക്സസൈസ് ആണ്. എക്സസൈസ് 2.5 ഡെസിമൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ വിച്ച് ഈസ് ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കണം. സോ ഡെസിമൽസ് ഗ്രേറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിനെ ലൈക്ക് ഡെസിമൽസ് ആക്കണം. അപ്പോൾ ഇവിടെ 0.5 ഓർ 0.05 എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ 0.5ഉം 0.05ഉം ലൈക്ക് ഡെസിമൽസ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സിൻ്റെ എണ്ണം സെയിം ആക്കണം. സോ ഇവിടെ എക്സ്ട്രാ ഡിജിറ്റ് ഇല്ലാത്തതിനെ നമുക്ക് 0 കൊടുക്കാം. സോ ഇവിടെ ഇപ്പം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റായി, ഇവിടെയും 2 ഡിജിറ്റായി. സോ ഈ രണ്ട് ഡിജിറ്റും കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 50 എന്നും ഇത് 0.5 എന്നും ആണ്. സോ ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത് 50 വരുന്നതായിരിക്കും. സോ 0.5 ഗ്രേറ്റർ ദാൻ 0.05. സെക്കൻഡ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 0.7 ഓർ 0.5 തന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ലൈക്ക് ഡെസിമൽസ് ആണ് 0.7ഉം 0.5ഉം. സോ ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത് 0.7 ആണ്. സോ 0.7 ഗ്രേറ്റർ ദാൻ 0.5. തേർഡ് ക്വസ്റ്റ്യൻ 7 ഓർ 0.7. 7 എന്ന് പറയുന്നത് ശരിക്കും 7 ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പോൾ 7 കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ്. 7.0 ആണ് നമ്പർ. ഇത് 0.7. സോ നമ്പർ കൺസിഡർ ചെയ്യുമ്പം ഇതാണ് ഗ്രേറ്റർ നമ്പർ. സോ 7 ഗ്രേറ്റർ ദാൻ 0.7. ഫോർത്ത് ക്വസ്റ്റ്യൻ 1.37 ഓർ 1.49. സോ നമ്പർ കാണുമ്പോൾ തന്നെ അറിയാം 1.49 ആണ് ഗ്രേറ്റർ. ലൈക്ക് ഡെസിമൽസിനാണുള്ളത്. സോ മാറ്റാനൊന്നുമില്ല. സോ 1.37 ഈസ് ലെസ്സർ ദാൻ 1.49. അല്ലെങ്കിൽ തിരിച്ചു എഴുതാം 1.49 ഗ്രേറ്റർ ദാൻ 1.37 എഴുതിയാലും ഓക്കെ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2.03 ഓർ 2.30. സോ 2.03 ഉണ്ട്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ഇത് 03ഉം ഇത് 30ഉം. സോ ഗ്രേറ്റർ ഇതായിരിക്കും. സോ 2.03 ഈസ് ലെസ് ദാൻ 2.30. സിക്സ്ത് ക്വസ്റ്റ്യൻ 0.8 ഓർ 0.88. അപ്പോൾ 0.8 എന്നുള്ള നമ്പറിന് 0.88 എന്ന് തന്നിട്ടുണ്ട്. 8 എന്നുള്ള നമ്പറിന് ഇവിടെ ഇത് കൊടുക്കുമ്പോൾ ഇത് 8ഉം ഇത് 80 ഇത് 88. സോ അതിലെ ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത് 88 ആയിരിക്കും. സോ 0.8 ലെസ് ദാൻ 0.88. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ആസ് റുപ്പീസ് യൂസിങ് ഡെസിമൽസ്. ഡെസിമൽ യൂസ് ചെയ്ത് റുപ്പീസിൽ ഡിനോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 പൈസ. നമുക്കറിയാം 50 പൈസ ആണെങ്കിൽ നമ്മൾ അതിന് ഇപ്പം 10 റുപ്പീസ് 50 പൈസ എന്നുള്ളത് നമ്മൾ 10.50 എന്ന് എഴുതുക. 10 റുപ്പീസ് 50 പൈസ. സോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് പൈസ ഇവിടെ വരണം. സോ 10.25 ആണെങ്കിൽ 10.2. അപ്പം 0.7 പൈസ എന്നുള്ളത് നമ്മൾ 0.7 എഴുതുവാണെങ്കിൽ ഇത് ശരിക്കും 70 ആയിപ്പോവും. സോ 7 പൈസ എന്നുള്ളതിനെ നമുക്ക് 0.07 എഴുതാം. അതല്ലെങ്കിൽ 1 പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 100 പൈസ എന്ന് പറയുന്നതാണ് 1 റുപ്പീസ്. സോ 7 പൈസ എന്ന് പറയുന്നത് എത്ര റുപ്പീസ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ 7/100 ആയിരിക്കും. 1 പൈസ ഈക്വൽ ടു 1/100 റുപ്പീസ്. സോ 7 പൈസ ഈക്വൽ ടു 7/100 റുപ്പീസ്. സോ 7/100 ഡെസിമൽ പോയിന്റിലേക്ക് മാറ്റുമ്പോൾ 2 0 ഉള്ളതുകൊണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. അപ്പോൾ 0.07 എന്ന് എഴുതാം. So 7 paisa equal to 7/100 rupees, which is equal to 0.07 rupees. Second question, 7 rupees 7 paisa equal to rupees 7.07. 7 paisa ഉള്ളൂ. 70 paisa ആണെങ്കിൽ നമുക്ക് 70 എന്ന് എഴുതാൻ പറ്റുള്ളൂ. So 7 paisa ഉള്ളൂ. So 7 rupees
7 paise. Third question, 77 rupees 77 paise. എന്നാൽ നമുക്ക് ഡയറക്റ്റ് 77.77 എഴുതാം. Fourth one, 50 paise. 50 paise 0.50 ആണ് rupees. Fifth one, 235 paise. 235 paise റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ആണെങ്കിൽ 2 ഡിജിറ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുള്ളൂ. സോ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇവിടെ വരും, വിച്ച് ഇസ് ഈക്വൽ ടു rupees 2.35. Third question, express 5 centimeter in meter and kilometer. So 5 centimeterനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 5 ഡിവൈഡഡ് ബൈ 100 മീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.05 മീറ്റർ. ഇനി അതേ 5 സെൻറ്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഒരു 1000 കൂടെ വരും. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100, മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000. സോ 0. ഇവിടെ എത്ര സീറോ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5. സോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 5 ഡിജിറ്റ് വേണം. 4 zeros 5 കിലോമീറ്റർ. Second question, express 35 mm in centimeter, meter and kilometer. സോ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യാം, മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 35/10 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 10 കൊടുത്താൽ സെൻറ്റിമീറ്ററിലേക്ക് കിട്ടും. അപ്പോൾ 10 ഉള്ളൂ, അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ. 35 മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 35/1000 മീറ്റർ ഈക്വൽ ടു 0.035 മീറ്റർ. 3 ഡിജിറ്റ് വരണം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട്. ഇനി 35 മില്ലിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 35/1000 ഇൻറ്റു 1000. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000, മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൂടെ. സോ 0.6 ഡിജിറ്റ്സ് വരണം. 1 2 3 4 പിന്നെ 3 5. അപ്പോൾ 6 ഡിജിറ്റ്സ് ആയി കിലോമീറ്റർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഇൻ കിലോഗ്രാംസ് ആണ്. ഗ്രാംസ് തന്നിട്ടുണ്ട്, അതിനെ കിലോഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ 200 grams വിച്ച് ഇസ് ഈക്വൽ ടു 200/1000. സോ 3 ഡിജിറ്റ്സ് വരുമ്പോൾ 3 ഡിജിറ്റ്സിന് മുമ്പ് വരും 0.2 കഴിഞ്ഞിട്ടുള്ള സീറോസിന് വാല്യൂസ് ഇല്ല, വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 0.2 kg. Second question, 3470 gram. 3470 divided by 1000. So 3 digits മുമ്പ് ഡെസിമൽ പോയിന്റ് 3.47 kg. 0 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. Third question, 4 kg 8 grams. So 4 kg ഓൾറെഡി kg തന്നെയാണുള്ളത്, അതവിടെ നിന്നോട്ടെ കിലോഗ്രാമിൽ. 8 grams എന്നുള്ളത് 8/1000 kg ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4 + 0.008, വിച്ച് ഇസ് ഈക്വൽ ടു 4.008 kg. Fifth question, write the following decimal numbers in the expanded form. So first number 20.03. എക്സ്പാൻഡഡ് ഫോമിൽ നമുക്ക് ഡെസിമൽ പോയിന്റ് മുമ്പുള്ള നമ്പേഴ്സ് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ അറിയാം. 1s 10s 100s. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് 1/10 100th എന്ന് പറയും. സോ ഇവിടെ 2 × 10 പ്ലസ് 0 പ്ലസ് 0 വൺസ് പ്ലേസിലാണ്, 0 × 1 0 പ്ലസ് 0/10 വരും, അത് 0 ആകും, പ്ലസ് 3/100. സോ നമുക്ക് എഴുതുമ്പം 20 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 3/100 എന്ന് എഴുതാം. സെക്കൻഡ് നമ്പർ 2.03. സോ 2 × 1 2 തന്നെ വരും,
പ്ലസ് 0 പ്ലസ് 3/100th പ്ലേസിൽ 100th പ്ലേസിലാണ് അതുള്ളത്. സോ 3/100. തേർഡ് നമ്പർ 200.03. സോ 200 2 ഇൻറ്റു ഇത് 1's 10's 100 പ്ലേസ്. അപ്പോൾ 2 ഇൻറ്റു 100 200 പ്ലസ് 10's പ്ലേസിൽ 0 1's പ്ലേസിൽ 0 1/10th പ്ലേസിലും 0 100th പ്ലേസിൽ 3/100. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന് ബൈ 10 ബൈ 100 ബൈ 1000 അങ്ങനെ കൊടുത്തു പോകും. ഫോർത്ത് ക്വസ്റ്റ്യൻ 2.034. 2 1's പ്ലേസിലാണ്, അത് 2 തന്നെ. 2 ഇൻറ്റു 1 2 തന്നെ. പ്ലസ് 0 പ്ലസ് 3 ഇത് 10th പ്ലേസിൽ, ഇത് 100th പ്ലേസിലാണ്. സോ 3/100 പ്ലസ് 4/1000. Sixth question, write the place value of 2 in the following decimals. So place value of 2 1 by 1 ആയിട്ട് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇൻ 2.56 പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് വൺസ് എഴുതാം, അല്ലെ 2 1's എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 21.37 ആണ്, 2 10's. തേർഡ് ക്വസ്റ്റ്യനിൽ 10.25. അപ്പം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പൊസിഷനിലാണല്ലോ. അപ്പോൾ 2 10th പൊസിഷൻ, 10th എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ 9.42. 10th ഇത് 100th, അപ്പോൾ 200th. ബേർഡ്സിൽ എഴുതുകയാണെങ്കിൽ ഇത് 2 ഇൻറ്റു 1, ഇത് 2 ഇൻറ്റു 10, ഇത് 2 ഇൻറ്റു 1/10, ഇത് 2 ഇൻറ്റു 1/100. ഫിഫ്ത്ത് വൺ 63.352. 2000th പൊസിഷൻ, 2 ഇൻറ്റു 1/1000. സെവൻത്ത് ക്വസ്റ്റ്യൻ, ദിനേശ് went from a place A to B from there to C. ദിനേശ് എന്ന് ബിയിലേക്ക് പോയി, ബിന്ന് സിയിലേക്ക് പോയി. എ ഈസ് 7.5 കിലോമീറ്റർ ഫ്രം ബി. എ ഈസ് 7.5 കിലോമീറ്റർ ഫ്രം ബി ആൻഡ് ബി ഈസ് 12.7 കിലോമീറ്റർ ഫ്രം സി. ബി സി എന്നുള്ളത് 12.7 കിലോമീറ്റർ. ആയുബ് വെൻ ഫ്രം പ്ലേസ് എ ടു ഡി ആൻഡ് ഫ്രം ദിയർ ടു സി. എന്ന് ഡിയിലേക്ക് പോയിട്ട് ഡിന്ന് സിയിലേക്ക് പോയി. ഡി ഈസ് 9.3 kilometer from A, 9.3 kilometer from A, and C is 11.8 kilometer from D. Who travelled more distance and by how much? So Dinesh travel ചെയ്തത് A to B അവിടുന്ന് സിയിലേക്ക്. സോ ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്യുമ്പം 7.5 കിലോമീറ്റർ പ്ലസ് 12.7 കിലോമീറ്റർ. പ്ലസ് ചെയ്യുകയാണെങ്കിൽ ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വരണം. 7.5 12.7. സോ ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വെച്ചിട്ട് വേണം പ്ലസ് ചെയ്യാൻ. 7 + 5 12, 1 റിമൈൻഡർ ഇപ്പുറത്തേക്ക് കൊടുക്കുക. 7 + 2 9 + 1 10, റിമൈൻഡർ 1 1 + 1 2, 20.2 കിലോമീറ്റർ. 20.2 കിലോമീറ്റർ ദിനേശ് ട്രാവൽ ചെയ്തു. ഇനി ആയുബ് ആണെങ്കിൽ എ ടു ഡി ടു സി. സോ എ ടു ഡി എന്നുള്ളത് 9.3 കിലോമീറ്ററും ഡി ടു സി എന്നുള്ളത് 11.8 കിലോമീറ്ററും. സോ പ്ലസ് ചെയ്യുമ്പം 9.3 പ്ലസ് 11.8. ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നമ്പേഴ്സ് എഴുതി. സോ 8 + 3 11, 9 + 1 10 + 1 11, 1 + 1 2, 21.1. 21.1 കിലോമീറ്റർ. ഹൂ ട്രാവൽഡ് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ ട്രാവൽ? ആയുബ് ട്രാവൽഡ് മോർ. സോ എത്ര ബൈ ഹൗ മച്ച് എന്നും ചോദിച്ചിട്ടുണ്ട്. സോ ഡിഫറൻസ് ഈക്വൽ ടു 21.1 മൈനസ് 20.2. 1 ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ബോറോ ചെയ്ത് ഇത് 0 ആക്കി 1 11
-2 9 point 0 minus 0 2 minus 0. So 0.9 kilometer difference. 8th question. Shyama bought 5 kg 300 grams apples and 3 kg 250 gram mangoes. Sarala bought 4 kg 800 grams oranges and 4 kg 150 gram bananas. Who brought more fruits? സോ രണ്ടുപേരിൽ ആരാ കൂടുതൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ശ്യാമയുടേത് നോക്കുകയാണെങ്കിൽ ശ്യാമ വാങ്ങിച്ചത് 5 kg 300 ഗ്രാംസിൻ്റെ ആപ്പിളും 3 kg 250 ഗ്രാംസിൻ്റെ മാംഗോസും. സോ ടോട്ടൽ പ്ലസ് ചെയ്യുമ്പം 55 8 kg 550 grams. സരള ആണെങ്കിൽ 4 kg 800 ഗ്രാംസിൻ്റെ ഓറഞ്ചും 4 kg 150 ഗ്രാംസിൻ്റെ ബനാനാസും. സോ പ്ലസ് ചെയ്യുമ്പോൾ 58 + 1 9 4 + 4 8 8 kg 950 grams. സോ രണ്ടുപേരും 8 kg ആണ്, ഇവിടെ 550, ഇത് 950. സോ കൂടുതൽ വാങ്ങിച്ചത് സരള. സരള ബോട്ട് മോർ ഫ്രൂട്ട്സ്. Ninth question. How much less is 28 kilometer than 42.6 kilometer? 42.6 കിലോമീറ്ററിനെക്കാട്ടും എത്ര ലെസ്സാണ് 28 കിലോമീറ്റർ? സോ രണ്ടിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഡിഫറൻസ് ഈക്വൽ ടു 42.6 മൈനസ് 28. 28 ഇവിടെ വരും, ഡെസിമൽ പോയിൻ്റ് ഇവിടെ ഇല്ല. സോ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് ഇല്ല, പോയിൻ്റ് 0 കൊടുക്കാം. 6 - 0 6. ബോറോ ചെയ്യുമ്പം 12 - 8 4 3 - 2 1 14.6 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ്. എക്സസൈസ് കംപ്ലീറ്റ് ആയി.